ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് കാര്യങ്ങൾ മുഴുവൻ. എനിക്കിന്ന് പുതിയതായിട്ടൊരു കാര്യവും പറയാനില്ല. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് അകത്ത് ഷാഫിനെ വീഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവർ ചിലപ്പോൾ പരാതിയായിട്ട് പോകും. കാരണം ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും. അതാണ് ഒന്ന്. രണ്ടാമത്, ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ, ഇന്നലെ ഞാൻ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ്, അളിഞ്ഞ കാര്യങ്ങളല്ല. കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരുപാട് വികസന കാര്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഈ കേരളത്തിലെ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. ഇനി വരാൻ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി കേരളത്തെ ഒരുമിച്ച് നിന്ന് എങ്ങനെ ജനങ്ങളുടെ വികസന കാര്യങ്ങളും ക്ഷേമകാര്യങ്ങളും നല്ലതുപോലെ മുന്നേറ്റമുണ്ടാക്കാം, അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് CPM-ൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ളവിടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളിൽ വ്യക്തിപരമായി ഉണ്ടാകുന്ന ചില അശ്ലീലങ്ങളെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കേരളമാകെ ചർച്ച ചെയ്ത വിഷയമാണ്. ആ വിഷയത്തിൽ നിങ്ങളൊരു അഭിപ്രായം തേടിയപ്പോൾ പാലക്കാട് MLA എന്ന നിലയ്ക്ക് അദ്ദേഹം വന്നു. അതിൽ CPM എന്താണ് സ്വീകരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കാര്യം പറഞ്ഞത് വെറുതെ പറഞ്ഞു പോയി എന്നൊന്നും കണക്കാക്കണ്ട. അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തതയുള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ല ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, കോലിട്ടിളക്കാൻ വന്നാൽ നല്ല പ്രയാസം ഉണ്ടാവും. സെക്രട്ടറി, ഇന്നലെ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിൽ കോൺഗ്രസ് വിളിച്ച മുദ്രാവാക്യങ്ങൾ പറയുന്നത് V സരിനും AK ഷാനിബ് എല്ലാം പറയുന്നത് കേട്ടാണ് ജില്ലാ സെക്രട്ടറിയത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. അത്തരത്തിൽ അവരുടെ വാക്ക് കേട്ട് നടക്കുന്നത് ശരിയല്ല, കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറയണതേ, ഞങ്ങളുടെ ഈ പാർട്ടി പ്രവർത്തനത്തിൽ ഞങ്ങളെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണല്ലോ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ്. ഞങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഉപദേശമാണ്. അല്ലാതെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പോലെ BJP രാഷ്ട്രീയത്തെ പോലെ ഈ നേതാക്കളുടെ പെട്ടി തൂക്കി അവരുടെ എന്തെങ്കിലും വർത്തമാനങ്ങൾ കേട്ട് അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നവരല്ല. വ്യക്തതയുണ്ടെങ്കിൽ ഞങ്ങളത് പറയും, ഇല്ലെങ്കിൽ അത് പറയില്ല. അതാണ്. പിന്നെ കാലും വെട്ടും കായും വെട്ടും എന്നൊക്കെ പറയുന്നത് മുദ്രാവാക്യത്തിൻ്റെ ഒരു രസത്തിന് കൂട്ടി പ്രാസം ചേർത്തി പറയുന്ന കാര്യങ്ങളായിരിക്കും. അതിനൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ, എൻ്റെ സംഘടനാ കാലം മുതൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എന്തെല്ലാം നേരിട്ടു എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരൻ്റെ ഈ മുദ്രാവാക്യം കേട്ടിട്ട് സുരേഷ് ബാബു അങ്ങനെ ചൂളിപ്പോകും എന്നൊക്കെ വിചാരിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സിലെ എന്നെക്കുറിച്ച് അറിയാത്തവരൊരു മുദ്രാവാക്യം വിളിച്ചതിനെയൊക്കെ ഞാൻ കാര്യമായിട്ടോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഈ ഷാഫിയെ പ്രതിസന്ധിയിലാക്കണമെന്ന് കരുതുന്ന കോൺഗ്രസ്സുകാരാണ് ഈ കോലിട്ടിളക്കുന്നതെന്നാണ് കരുതുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അഭിപ്രായം അതാ. നിങ്ങൾ ഇനി ഇന്നലെ നിങ്ങളെ ഞാൻ പറയാത്ത പേരിനെ നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ, അത് വളരെ നന്നായി. മാധ്യമങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ കാര്യം ഏത് അല്ല, നിങ്ങൾ ആളെ കണ്ടുപിടിച്ചു, അദ്ദേഹത്തിന് കൂടി പ്രതികരണം തേടി. അപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ നിഷേധിക്കാത്ത സ്ഥിതിക്ക് ഞാൻ നിഷേധിക്കേണ്ട കാര്യമില്ല. താങ്കളെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകുന്നില്ല, അതായത് താങ്കളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ പലതും പറയാം അങ്ങനെ. അതായത് ഞാൻ എൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നിലപാട് വ്യക്തമാക്കി. കാരണം ഈ കാര്യത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ട വിഷയം. കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം
ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ അശ്ലീലങ്ങളല്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അതെ, അല്ലല്ല, അങ്ങനെ തെറ്റായിപ്പോ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ എന്നെ കോലിട്ടിളക്കാൻ വന്നാൽ അത് പ്രത്യാഘാതം വളരെ പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ തെറ്റായി പോയി എന്ന് പറയും. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. ഇതിൽ ലോജിക്കലി വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ ഷാഫി പറമ്പിലിനെ പോലെ ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകൾ, ഇപ്പൊ ബംഗളൂരു എന്നുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ട് ഈ ആളുകളെ കൊണ്ടുപോകും ഷാഫി പറമ്പിൽ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് മലയാളികളുള്ള ഒരു ഇപ്പൊ ഞാൻ അത്തരം കാര്യങ്ങളിൽ നിങ്ങളിപ്പോ എന്ത് ചോദിച്ചാലും ഇപ്പൊ പ്രതികരിക്കുന്നില്ല. ഇപ്പൊ പ്രതികരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, അല്ലാതെ പറയാൻ അറിയാതെയല്ല, പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് എന്തിനത് അത് ഏഷ്യാനെറ്റുകാർക്ക് തോന്നുന്നതാണ്. അത് അങ്ങനെയും കൊടുത്തോ, വേണമെങ്കിൽ അങ്ങനെയും കൊടുത്തോ. ഏഷ്യാനെറ്റുകാർ എന്തും വിളിച്ചു പറയുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുത്തോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നു, വലിയ തരത്തിൽ CPM പ്രചരണം നടത്തുന്നു. അതിനിടയിലാണ് ഒരു തെളിവുമില്ലാതെ ഷാഫിക്കെതിരെ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസതയെ കൂടി ബാധിക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ, മീഡിയ വണ്ണുകാരൻ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതെ, നിങ്ങളുടെ പണി അതാണ്. അതായത് ചോദിച്ചതിന് തന്നെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം, വ്യക്തമാക്കിയ കാര്യം വീണ്ടും നിങ്ങൾ ഈ ക്ലാസ്സിലെ കുട്ടികൾ ചോദ്യം ചോദിക്കണ പോലെ ചോദിക്കരുത്. അതായത് ഞാൻ പറഞ്ഞു, അതിൽ വ്യക്തത ഉണ്ടാക്കി. ഇനി അതിനൊരു ഉത്തരവില്ല. അതിനർത്ഥം ഞാൻ അതിൽ നിന്ന് പിന്മാറിയെന്നല്ല. മനസ്സിലായി? ഒരു കാര്യം അതിനകത്ത് ഇപ്പം ഷാഫിയുടെ പേര് താങ്കൾ പറഞ്ഞില്ല, മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞു. ശരി, താങ്കൾ അതിന് ഒപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, കുത്തി മുറത്തിൽ കയറി കൊത്തി സ്വന്തം തടിയിലേക്ക് എത്തിയപ്പോഴാണ് സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടൻ നടപടി എടുത്തുള്ളത്. ആ VD സതീശൻ പറഞ്ഞിട്ടുള്ളത് താങ്കളെ ഈ സെക്കൻഡ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാണ്, ഇന്നലെ മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സതീശന്റെ പാർട്ടി അല്ലല്ലോ CPM. സതീശൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണോ CPM? അപ്പൊ അതുകൊണ്ട് VD സതീശൻ ഇങ്ങനെ സ്വപ്നലോകത്തിരുന്ന് പലതും സങ്കല്പിക്കുക, CPM-ന് ആളുകളിലേക്ക് ഇന്ന ആളുകളിലേക്ക് പുറത്താക്കണം എന്ന് പറയാ. അത് സ്വപ്നം കണ്ട് നടന്നോട്ടെ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തില് എപ്പോഴാണ് ആരാണ് തമ്മിൽ നെഞ്ചത്ത് കയറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തില്. അപ്പോ സതീശന്റെ നെഞ്ചിലേക്ക് കയറി ആര്? രാഹുല്. മനസ്സിലായില്ലേ? ആ നെഞ്ചിലേക്ക് കയറിയപ്പോ സതീശൻ തിരിച്ചു കൊടുത്തു. അതായത് സതീശന്റെ ഭാഗത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ രാഹുലിനെതിരായിട്ടുള്ള ഈ വീഡിയോ ക്ലിപ്പെല്ലാം വന്നത്, ഓഡിയോ ക്ലിപ്പെല്ലാം വന്നത് എന്നാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുള്ളത്. രാഹുലിനെതിരെ ഇപ്പൊ വന്ന ആരോപണങ്ങളിൽ സതീഷിനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ കൂടി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഈ കൊത്തി മുറത്തിൽ കൊത്തി എന്നുള്ള, അതായത് രാഹുലിനെതിരെ ഇപ്പോ വന്ന ആരോപണങ്ങൾ ഉണ്ടല്ലോ, അതിൽ സതീശനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതെ, VD സതീശനെതിരെ ഇവരൊരു പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് അദ്ദേഹത്തിനെ നേരിടാൻ തീരുമാനിച്ചപ്പോൾ VD സതീശൻ എന്ത് ചെയ്തു? എന്നാ പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനം ഇപ്പോൾ പാതിയെ വിട്ടിട്ടുള്ളൂ, ഇനി ബാക്കി പാതി ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതുകൂടി വിട്ടുകളയാ. അപ്പൊ പുറത്തു വന്ന സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ എല്ലാം കോൺഗ്രസ് അല്ലേ, CPM ആണെന്നും പറഞ്ഞിട്ടില്ലല്ലോ. CPM മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് രാഹുലിന്റെ ഈ മറ്റേ ഓഡിയോ ക്ലിപ്പ് ഞങ്ങളാണോ പുറത്തുവിട്ടത്? പുറത്തുവിട്ടത് ഞങ്ങളല്ലോ. രാഹുൽ വിഷയത്തിനെ ഒന്ന് ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതായത് ഇത്രയും ദിവസം കോൺഗ്രസിന്റെ ഭാഗത്ത് സമരങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം സുൽത്താൻപേട്ട സിഗ്നലിൽ സമരങ്ങൾ സംഘടിക്കും. അപ്പൊ രാഹുൽ വിഷയത്തെ ഒന്ന് ഒതുക്കി തീർക്കുക എന്നുള്ള ശ്രമം നടക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ രാഹുൽ വിഷയത്തിൽ രാഹുലിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, നിങ്ങളോട് തന്നെ പറഞ്ഞു, രാഹുൽ എന്ത് ഒരു മാനസികാവസ്ഥയിലാണ് പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളെ ഫേസ് ചെയ്യുന്നത്. അയാളുടെ തൊലിക്കട്ടി അപാരമല്ലേ? ഏതെങ്കിലും ഒരു നാണവും മാനവും ഉള്ള ഒരു മനുഷ്യൻ ഇത്തരത്തിലൊരു അശ്ലീലമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നാടാകെ ചർച്ച ചെയ്യുമ്പോൾ ഒരു മടിയുമില്ലാതെ ഒരു ഉളുപ്പമില്ലാതെ നാട്ടിലിറങ്ങി നടക്കുകയല്ലേ? ഇങ്ങനെ ഒരുത്തന്നെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇത്ര മോശമായിട്ടുള്ളൊരുത്തനെ? അയാളെ സംരക്ഷിക്കുന്ന ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ അയാളെക്കാളും നാറിയ ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ അയാളെ സംരക്ഷിക്കാനുള്ള സമരം
ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഷാഫിയാണ് ഇയാളെ സംരക്ഷിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ടാണ് നിങ്ങളോട് ചോദിച്ചത്, എന്തിന് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നു? ഷാഫി കേരളത്തിലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാവാണ്, കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ് ഷാഫി, വർക്കിംഗ് പ്രസിഡന്റ്. അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാൻ പാലക്കാട് ജില്ലയിൽ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് MLA ആക്കി, അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഷാഫിയാണ് എന്ന് കോൺഗ്രസ്സുകാർ പോലും ചർച്ച ചെയ്തു, ഇല്ലേ? ഈ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പടുത്തുയർത്തിയവരാണ് ശങ്കരനാരായണൻ, P. ബാലൻ, VS വിജയരാഘവൻ തുടങ്ങിയ പ്രമുഖരായ വ്യക്തികൾ. മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ ഉന്നതരായ നിരവധി കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്. അവരെ ആരും പരിഗണിക്കാതെ ഷാഫിയുടെ ഒറ്റ നിർബന്ധത്തിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. അങ്ങനെ മത്സരിപ്പിച്ച് MLA ആക്കിയ ഷാഫിക്ക് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ അതേപോലുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും കൂറും ഷാഫിക്ക് പാലക്കാട്ടിലെ ജനതയോടുണ്ടെങ്കിൽ അയാളെ രാജിവെക്കാൻ പറയണ്ടേ? രാജിവെക്കാൻ പറയണല്ലോ. ഇത്രയും വലിയ ലൈംഗിക അതിക്രമം നടത്തി ഒരു പെൺകുട്ടിയെ എനിക്ക് നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്നല്ലേ ചോദിക്കുന്നത്? അത്ര ക്രൂരമായ ഒരു മാനസിക അവസ്ഥയുള്ള ഒരാൾ ജനപ്രതിനിധി സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? അത് നമ്മളെക്കാളും നല്ലതുപോലെ ബോധ്യമുള്ള ഒരാളല്ലേ ഷാഫി. ആ ഷാഫി പറയണ്ടേ? ആ ഷാഫിയല്ലേ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം? അന്ന് ഷാഫിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അതല്ലേ ഞാനത് പറഞ്ഞത്. അപ്പൊ പരിപൂർണമായും കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ്. പേരിന് പുറത്താക്കുകയും പുറകിലൂടെ പരിപൂർണമായ സംരക്ഷണ വലയും തീർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഒറ്റ കാര്യം പറയുന്ന തുടർച്ചയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന തെളിവുകൾക്ക് പിന്നിൽ VD സതീശനാണോ CPM പറയുന്നത്? ആയിരിക്കാം. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആരുമല്ലല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ ക്ലിപ്പ് വെളിയിൽ വിട്ടത്, ആണോ? CPM അല്ല, മറ്റു പാർട്ടിക്കാരും അല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, VD സതീശന് നേരെ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് തിരിഞ്ഞപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇന്നലെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി ഏറ്റെടുത്തില്ല. ഇപ്പൊ AK ബാലൻ പറഞ്ഞത്, എന്റെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവില്ല, തെളിവ് ഉള്ളത് കൊണ്ടായിരിക്കാം സുരേഷ് ബാബു പറഞ്ഞതെന്നുള്ളതാണ്. ഇന്ന് അതിൽ കക്ഷി ചേരുന്നില്ല എന്ന് NM കൃഷ്ണദാസും ഇത് കോൺഗ്രസിന്റെ ജീർണത, രാഷ്ട്രീയമായ ജീർണതയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ പാർട്ടി ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് താങ്കൾ ഇന്ന് പിൻവാങ്ങുന്നത്? അതൊന്നുമല്ല. ഞാൻ പറയട്ടെ, ഞങ്ങളെല്ലാം ഓരോ തലത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, കേരള സമൂഹത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് ജനത്തിന് ഞങ്ങളെല്ലാം വിലയിരുത്തലുണ്ടാവും. അപ്പോൾ ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ കാര്യവും ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളല്ല കേരളീയ സമൂഹം ഇപ്പം ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ ഈ ചർച്ചയിൽ നിന്ന് പുറകോട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷേ അതിനേക്കാളും പ്രാധാന്യമുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ, നമ്മുടെ കേരളത്തിൻ്റെ വികസന മാതൃക ലോകത്തിനും രാജ്യത്തിനുമാകെ വളരെ തിളക്കമാർന്നു നിൽക്കുമ്പോൾ, ആ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരം അശ്ലീലങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ആരുടെയെങ്കിലും അഭിപ്രായത്തിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല. VD സതീശൻ പറഞ്ഞത് ഷാഫിയോട് കേസ് കൊടുക്കാനാണ്, അങ്ങനെയാണ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. കേസ് കൊടുത്തോട്ടെ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളോട് ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. കോടതിയിൽ തെളിവുകൾ ഹാജരാക്കുക. അല്ല, ഞാൻ നിങ്ങളോട് അതെല്ലാം പറഞ്ഞു. നമുക്ക് ഇനി അതിൽ പിടിക്കണ്ട, അതിൽ പിടിച്ചു പോകണ്ട. മനസ്സിലായില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.